AIDWA അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലപ്പട്ടം വില്ലേജ് സമ്മേളനം നടന്നു. മലപ്പട്ടം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി റോസ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലപ്പട്ടം വില്ലേജ് സമ്മേളനം മലപ്പട്ടം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. സംഘാടക സമിതി ചെയർമാൻ പി മോഹനൻ സ്വാഗതം പറഞ്ഞു. കെ സവിത അധ്യക്ഷയായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി റോസ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം തുല്യതയ്ക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സംഘടന രാജ്യത്താകമാനം നമ്മളെ പോലെ 3 വർഷം കൂടുമ്പോൾ ഇതുപോലെ ഇരുന്ന് ചർച്ച നടത്തി കഴിഞ്ഞു പോയ കാലങ്ങളിൽ നാം ഏറ്റെടുത്ത കാര്യങ്ങൾ എത്രത്തോളം വിജയകരമാക്കാൻ നമുക്ക് കഴിഞ്ഞു, അതില് പോരായ്മകൾ എത്രയുണ്ട്, ആ പോരായ്മകൾ തിരുത്തി വരുന്ന 3 വർഷക്കാലത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആവിഷ്കരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന രാജ്യത്തെ ഒരേ ഒരു സംഘടന നമ്മുടെ സംഘടനയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ രാജ്യത്തെ സ്ത്രീകളെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങളിൽ പകുതിയിലധികം വരുന്നവരും സ്ത്രീകളാണ്. എഴുതപ്പെട്ട ഒരു ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടനയിൽ പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്താണ് 13ാം ദേശീയ സമ്മേളനത്തിൽ നാം തുല്യതയ്ക്ക് വേണ്ടി പോരാടണം എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, ലോകത്താകമാനമുള്ള സ്ത്രീ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്താകമാനം നടക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഈ മലപ്പട്ടത്തുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ, ലോക സംഭവ വികാസങ്ങളിലാകെ ചർച്ച ചെയ്ത് പഠിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരായിട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആളുകൾ മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സാർവദേശീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഉദ്ഘാടനത്തിൽ പറയുന്നു. നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. കഴിഞ്ഞ ദേശീയ സമ്മേളനത്തിന് ശേഷം ഈ കഴിഞ്ഞ 3 വർഷക്കാലം ലോകത്ത് വിസ്മയകരമായ ഒരുപാട് കാര്യങ്ങൾ, വിസ്ഫോടനാത്മകമായ വിസ്മയകരമായ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ലോകം അശാന്തിയുടെ വക്കിലാണുള്ളത്. യുദ്ധങ്ങൾ ഏത് സമയത്താണ് പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം ലോകത്ത് നിലനിൽക്കുകയാണ്. യുദ്ധത്തിന്റെ ഭീകരതയും കെടുതികളും നാം കണ്ടു കഴിഞ്ഞു. 20 മാസക്കാലമായി ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അശാന്തിയുടെ വിത്ത് വിതച്ചുകൊണ്ട് പാകിസ്ഥാൻ കടന്നു കയറിയതും അതിന്റെ ഭാഗമായുണ്ടായ കെടുതികളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കഴിഞ്ഞ നാളിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ വിസ്ഫോടനാത്മകമായ കാര്യങ്ങൾ, ആകാശത്തേക്ക് നോക്കിയാൽ തീ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അവിടെയല്ലേ യുദ്ധം, നമുക്കെന്ത് പ്രശ്നം എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, ലോകത്ത് എവിടെ ചെറിയൊരു സംഭവ വികാസം ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെയാണ്. നാം എന്ന് പറയുമ്പോൾ കേരളീയം മാത്രമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നാം യുദ്ധത്തിന് എതിരാണ്. യുദ്ധത്തിന്റെ കെടുതികൾ, അച്ഛനില്ലാത്ത മക്കളെ, ഒരുപാട് മക്കൾ, അനാഥരായ മക്കൾ ഉണ്ടാകുന്നു, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകൾ ഉണ്ടാകുന്നു, അതുപോലെ കുടുംബമാകെ അനാഥമായി പോകുന്നു, പട്ടിണിയും പരിവട്ടവും മനുഷ്യരാശിയാകെ കാർന്നു തിന്നുന്ന അവസ്ഥയുണ്ടാകുന്നു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ്, നമുക്കറിയാമല്ലോ, പാലസ്തീനിൽ മരിച്ചു വീഴുന്നത്. ഒരു തുള്ളി പാലിനും ഒരു തുണ്ട് ബ്രെഡിനും വേണ്ടി കൈനീട്ടുന്ന കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നെടുക്കുന്ന സാഹചര്യം നാം കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ലോകത്ത് അശാന്തി വിതയ്ക്കുന്ന സംഭവ വികാസമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്? നമുക്കറിയാലോ, അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ രാജ്യം ലോകത്താകമാനമുള്ള സൈനിക ചെലവിന്റെ 40% ചിലവഴിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം
സമ്പത്ത് വിറ്റഴിച്ചാൽ മാത്രമേ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ അമേരിക്ക സംസ്ഥാന കമ്മിറ്റി അംഗം പി.കെ. സുലേഖ, ജില്ലാ കമ്മിറ്റി അംഗം പി.വി. ശോഭന, ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ. പുഷ്പ, എ.സി. രോഹിണി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി. സിന്ധു, സരിത, കെ.പി. എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി പി. വാസന്തി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു.